ഹായ് ഓൾ, ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്ന MEP ആൻഡ് HESC EST 120 ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിലെ 3rd മൊഡ്യൂളിലെ 5th ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കുന്നത് MEP ആൻഡ് HVAC ആണ്. ആക്ച്വലി ബിൽഡിംഗ് സർവീസസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ വരുന്ന 2 ബിൽഡിംഗ് സർവീസസ് ആണ് MEP ആൻഡ് HVAC എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരുപാട് ബിൽഡിംഗ് സർവീസസ് ഉണ്ട്. അതിൽ മറ്റു ചില ബിൽഡിംഗ് സർവീസസ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ 6th ചാപ്റ്ററിൽ പഠിക്കും. എന്തായാലും ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് ബിൽഡിംഗ് സർവീസസ് എന്നുള്ള കാര്യവും MEP ആൻഡ് HVAC എന്ന് പറയുന്ന സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, സോ നമ്മളൊരു ബിൽഡിങ്ങിന് അതിൻ്റെ പർപ്പസ് എന്താണോ അത് സാധ്യമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് ബിൽഡിംഗ് സർവീസസ് എന്ന് പറയാം. ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഒരു മൾട്ടി ഫ്ലോർസ് ഉള്ളൊരു ബിൽഡിംഗ്, ഒന്നിൽ കൂടുതൽ നിലകളുള്ളൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൽ വേർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്തരം വേർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെറൈറ്റി ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് സ്റ്റെയർ കേസ്, റാമ്പ്, എലിവേറ്റേഴ്സ്, ലിഫ്റ്റ്, എസ്കലേറ്റേഴ്സ് ഒക്കെ. സോ അതെല്ലാം ഒരു ബിൽഡിംഗ് സർവീസ് ആണ് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ ഇലക്ട്രിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്ലംബിംഗ് ആക്ടിവിറ്റീസ്, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ വലിയ ബിൽഡിങ്സിലൊക്കെ ഒരു ഫയർ ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ അതിൽ നിന്നും പ്രൊട്ടക്ഷൻ നേരിടാൻ അല്ലെങ്കിൽ പ്രിവെൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, റെഡ് കളർ പൈപ്സൊക്കെ നിങ്ങൾ വലിയ വലിയ ബിൽഡിങ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അത്തരത്തിലുള്ള ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, എയർ കണ്ടീഷനിങ് എലമെൻറ്റ്സ്, ലൈറ്റിംഗ്, ദെൻ തേർമൽ ഇൻസുലേഷൻ, അതുപോലെ തിയേറ്റർ, സ്റ്റുഡിയോ അത്തരം ഏരിയാസിലൊക്കെ കൊടുക്കുന്ന സൗണ്ട് പ്രൂഫിംഗ്, ഇതെല്ലാം ബിൽഡിംഗ് സർവീസസ് ആണ്. സോ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ ആ ബിൽഡിങ്ങിൽ പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി അതിനെ സപ്പോർട്ടിംഗ് ആയിട്ട് കൊടുക്കുന്ന പല തരത്തിലുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസിനെയാണ് ബിൽഡിംഗ് സർവീസസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇവിടെ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ആ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ വെന്റിലേഷൻ, ലൈറ്റിംഗ്, തേർമൽ ഇൻസുലേഷൻ, സൗണ്ട് പ്രൂഫിംഗ്, എയർ കണ്ടീഷനിങ്, വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ, പ്ലംബിംഗ്, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് എക്സെട്ര എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള സർവീസസിനെയാണ് നമ്മൾ ബേസിക്കലി ബിൽഡിംഗ് സർവീസസ് എന്ന് പറയുന്നത്. സോ MEP ആൻഡ് HVAC ആണ് നിങ്ങളോട് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിലും എന്താണ് ബിൽഡിംഗ് സർവീസസ് എന്നുള്ള ഒരു ഇനീഷ്യൽ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് കൊടുക്കുക. ബിൽഡിങ്ങിൽ നമ്മളതിൻ്റെ പർപ്പസ് എന്താണോ അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്താണോ അതിനുവേണ്ടി നമ്മൾ അസിസ്റ്റൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ തരം എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെയും ബിൽഡിംഗ് സർവീസസ് എന്ന് പറയും. അവ ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് എക്സാമ്പിൾസും കൊടുക്കുക. ഓക്കെ, അതാണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട കാര്യം. KTU എക്സാമിനേഷൻ്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ MEPയും HVACയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് യൂഷ്വലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ അബൌട്ട് MEP ആൻഡ് HVAC സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ MEP എന്നുള്ളത് എന്താണെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്, നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് റെഫേഴ്സ് ടു ദ ആസ്പെക്ട്സ് ഓഫ് ബിൽഡിംഗ് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ. നമ്മളൊരു ബിൽഡിംഗ് ഡിസൈനിൽ, കൺസ്ട്രക്ഷനിൽ വരുന്ന മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് സർവീസസിനെ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്ന ടേമാണ് MEP എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ BTechന് ശേഷം ഹയർ സ്റ്റഡീസിലൊക്കെ നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടായിരിക്കും MEP ബേസിലുള്ള കോഴ്സസൊക്കെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ തന്നെയാണ്. സോ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ പ്ലാനിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേജസിൽ, ഡോക്യുമെൻറ്റേഷൻ സ്റ്റേജസിൽ, എസ്റ്റിമേഷൻ വരുന്ന സമയത്ത്, കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ആക്ടിവിറ്റി, ഇത്തരം ഏരിയാസിലെല്ലാം വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെഷൻ തന്നെയാണ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് അഥവാ MEP എന്ന് പറയുന്ന ഏരിയ. ബിക്കോസ് ഈ 3 എലമെൻറ്റ്സും നമ്മുടെ ഒരു ബിൽഡിങ്ങിനെ, അതിൻ്റെ സ്മൂത്ത് വർക്കിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളുടെ സിലബസിൽ തന്നെ പറയുന്നത് വളരെ ബ്രീഫ് ആയിട്ടുള്ള ഡിസ്കഷൻ, എന്താണ് MEP, അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള ആ ഒരു ബ്രീഫ് ഐഡിയ മാത്രമേ നമുക്ക് വേണ്ടൂ. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ MEPയിലെ M സ്റ്റാൻഡ്സ് ഫോർ മെക്കാനിക്കൽ സിസ്റ്റമാണ്. സോ മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി
റിലേറ്റഡ് ടു ഹീറ്റിംഗ്, വെൻറ്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, മെക്കാനിക്കലി വർക്ക് ചെയ്യുന്ന ഹീറ്റിംഗ്, വെൻറ്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ആണ് പൊതുവേ നമ്മൾ മെക്കാനിക്കൽ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന, വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ അസിസ്റ്റൻസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് എലിവേറ്റേഴ്സ്, എസ്കലേറ്റേഴ്സ്, അത്തരത്തിലുള്ളവ. അതുപോലെ തന്നെ മെഷീനറീസ്, എലമെൻറ്റ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഡസ്ട്രിയൽ പ്ലാൻസ്, ഇതെല്ലാം മെക്കാനിക്കൽ സർവീസസിൻ്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന പാർട്ടുകളാണ്. സോ MEP എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മെക്കാനിക്കൽ എന്ന് പറയുന്ന സെഷനാണ് നോക്കുന്നത്. സോ മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിലുള്ള ഹീറ്റിംഗ്, വെൻറ്റിലേഷൻ, എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന് വേണ്ടി, അതുപോലെ തന്നെ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എലിവേറ്റർ, എസ്കലേറ്റർ പോലുള്ളവയുടെ വർക്കിങ്ങിന് വേണ്ടി, ദെൻ ഇൻഡസ്ട്രിയൽ പ്ലാൻസിൽ അല്ലെങ്കിൽ മെഷീനറീസിൻ്റെ വർക്കിംഗ്, അതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെക്കാനിക്കൽ സർവീസസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ മനസ്സിലാക്കുക. ദെൻ ഹീറ്റിംഗ്, വെൻറ്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാണ് എന്നുള്ളൊരു ബ്രീഫ് ഐഡിയ കൂടെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ HVAC സിസ്റ്റം പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇൻറ്റേർണൽ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഹ്യൂമിഡിറ്റി റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് HVAC സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ഈ HVAC സിസ്റ്റം നമ്മുടെ MEPയിലെ മെക്കാനിക്കൽ സർവീസസിൻ്റെ അസിസ്റ്റൻസോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് വൺ ഇലക്ട്രിക്കൽ. MEPയിലെ സെക്കൻഡ് സർവീസ് ഇലക്ട്രിക്കൽ സർവീസാണ്. സോ ദ ഇലക്ട്രിക്കൽ സിസ്റ്റം മൈറ്റ് ഇൻക്ലൂഡ് പവർ സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പവർ സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഇൻക്ലൂഡറാണ്. ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ലൈറ്റിംഗ്, ദെൻ കൺട്രോൾ സിസ്റ്റംസ്, ഇൻഫോർമേഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, സെക്യൂരിറ്റി ആൻഡ് അസസ് സിസ്റ്റംസ്, ഡിറ്റക്ഷൻ ആൻഡ് അലാറം സിസ്റ്റംസ്. എല്ലാം നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതായിരിക്കും. ഒരു ബിൽഡിംഗ് എടുത്താൽ അവിടുത്തെ പവർ സപ്ലൈ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വേണ്ടി വരും, അതിന് വേണ്ട എലമെൻറ്റ്സ്. ദെൻ ലൈറ്റിംഗ്, ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും അവിടെ കൊടുക്കുന്ന ലൈറ്റിങ്സിന് വേണ്ട ഇലക്ട്രിക്കൽ ആക്സസറീസ് അല്ലെങ്കിൽ സർവീസസ്. ദെൻ കൺട്രോൾ സിസ്റ്റംസ്, ഡിഫറെൻറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് കൺട്രോൾ സിസ്റ്റംസ് ഉണ്ടായിരിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉണ്ടായിരിക്കും. സെക്യൂരിറ്റി ക്യാമറാസ് അല്ലെങ്കിൽ ആക്സസ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടായിരിക്കും. ദെൻ അലാറം സിസ്റ്റംസ്, സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള അലാറം സിസ്റ്റംസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. സോ ഇതെല്ലാം ഇലക്ട്രിക്കൽ സർവീസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വരുന്ന എലമെൻറ്റ്സ് ആണ് എന്നുള്ളൊരു ഐഡിയ മനസ്സിലാക്കി വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ബ്രീഫായിട്ട് എന്താണ് കാര്യം എന്നുള്ളൊരു ഐഡിയ മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ. ഓക്കെ, ആൻഡ് MEP സിസ്റ്റത്തിലെ ഏറ്റവും ലാസ്റ്റ് വൺ പ്ലംബിംഗ് സർവീസ് അല്ലെങ്കിൽ പ്ലംബിംഗ് സിസ്റ്റം. It refers to any system that allows the movement of fluids typically involving pipes, valves, plumbing fixtures, sanitary fixtures, tanks and other apparatus. പ്ലംബിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബിൽഡിങ്ങിലുള്ള പ്ലംബിംഗ് സർവീസസ്, നമ്മുടെ വാഷ്റൂംസിൽ, ടോയ്ലറ്റ്സിൽ, കിച്ചൺ, അത്തരത്തിലുള്ള പല ഏരിയാസും നമ്മൾ നോർമലി പ്ലംബിംഗ് അവൈലബിലിറ്റി എന്തിനൊക്കെയാണ് നമുക്ക് അറിയാവുന്നതാണ്. സോ ഫ്ലൂയിഡ്സിൻ്റെ ഫ്ലോ അലോ ചെയ്യുന്ന തരത്തിൽ പൈപ്പ്സ്, വാൽവ്സ്, സാനിറ്ററി ഫിക്ചേഴ്സ്, പ്ലംബിംഗ് ഫിക്ചേഴ്സ്, ഇത്തരത്തിലുള്ള എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ സർവീസിനെയാണ് പ്ലംബിംഗ് സർവീസ് അല്ലെങ്കിൽ പ്ലംബിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. MEPയിലെ തേർഡ് സിസ്റ്റം അല്ലെങ്കിൽ തേർഡ് സർവീസ് പ്ലംബിംഗ് സർവീസാണിത്. സോ ഇത് യൂസ് ചെയ്യുന്നത് ബേസിക്കലി പോർട്ടബിൾ കോൾഡ് ആൻഡ് ഹോട്ട് വാട്ടർ സപ്ലൈ. പോർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളത്തിനെ നമ്മൾ പോർട്ടബിൾ എന്ന് പറയുന്നത്. സോ പോർട്ടബിൾ കോൾഡ് വാട്ടർ സപ്ലൈക്കും ഹോട്ട് വാട്ടർ സപ്ലൈയും നമ്മൾ പ്ലംബിംഗ് സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വാട്ടർ റിക്കവറി ആൻഡ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെയിൻ വാട്ടർ, സർഫസ് ആൻഡ് സബ്സ് വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റംസ്, ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് സിസ്റ്റം, വേസ്റ്റ് റിമൂവൽ, ഫ്യൂവൽ ഗ്യാസ് പൈപ്പിംഗ്. ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ട് നമ്മളൊരു വീടാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും അവിടെ വരുന്ന പ്ലംബിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ഈ ഒരു പ്ലംബിംഗ് സർവീസസിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ HVAC. നമ്മൾ പറഞ്ഞു MEP ആൻഡ് HVAC ആണ് ഈ ഒരു ടോപ്പിക്. സോ MEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയ, അതിൽ ഓരോ എലമെൻറ്റും എന്താണെന്നുള്ള ഐഡിയ, അത് മാത്രമേ ആവശ്യമുള്ളൂ. സോ നെക്സ്റ്റ് വൺ ഈസ് HVAC, ഹീറ്റിംഗ്, വെൻറ്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. അതിൻ്റെ ഷോർട്ട് ടേമാണ് HVAC എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് എ കംഫർട്ടബിൾ ടെമ്പറേച്ചർ ഇൻ ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹൈ ലെവൽസ് ഓഫ് എയർ ക്വാളിറ്റി. HVAC സിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് HVAC എന്ന് പറയുന്ന സർവീസസിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയാം. ഓക്കെ, സോ ഇറ്റ് പ്രൊവൈഡ് കംഫർട്ടബിൾ ടെമ്പറേച്ചർ ആൻഡ് മെയിൻറ്റെയിൻ ഹൈ ലെവൽ എയർ ക്വാളിറ്റി. സോ ഒബ്ജക്റ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻഡോർ എൻവയോൺമെൻറ്റിനെ
സേഫായും അതുപോലെ തന്നെ കംഫർട്ടബിളായിട്ടും ഹ്യൂമൻ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിന് സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇൻഡോർ എൻവറോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് HVAC സിസ്റ്റത്തിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ നമുക്കൊരു ഇൻഡോർ എയർ ക്വാളിറ്റി IAQ എന്ന് പറയുന്നൊരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട് ബേസിക്കലി. അതായത് ഒരു ഇൻറ്റേർണൽ സ്പേസിന് ഉണ്ടായിരിക്കേണ്ട മിനിമം എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ അതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ആ ഒരു മിനിമം ഇൻഡോർ എയർ ക്വാളിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ ഈ ഒരു HVAC സിസ്റ്റം ഉപയോഗിച്ചിട്ട് സാധിക്കും. ബേസിക്കലി അതിൽ പറയുന്നത് നമുക്ക് ഫ്രീ ഓക്സിജൻ വിത്തൗട്ട് ടോക്സിക് അല്ലെങ്കിൽ നോക്ഷ്യസ് ഗ്യാസസ്, പൊല്യൂട്ടഡ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇൻഹലേഷൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ നമ്മുടെ ഇൻഡോർ സ്പേസിൽ അവൈലബിൾ ആക്കുക എന്നുള്ളത് തന്നെയാണ് HVAC സിസ്റ്റത്തിൻ്റെ പ്രൈം കൺസേൺ അല്ലെങ്കിൽ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ നെക്സ്റ്റ് വൺ, ഇതിലുള്ള ഓരോ സർവീസസും എന്താണെന്നുള്ളൊരു അനാലിസിസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹീറ്റിംഗ്. H stands for heating. സോ ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് ഹീറ്റ് ഓർ വാംത്ത്. ഹീറ്റ് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഹീറ്റിംഗ് എന്ന് പറയുന്ന സർവീസസിൽ വരുന്നത്. ഇത് സെൻട്രൽ ഹീറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ബേസിക്കലി ചെയ്യാറുള്ളത്. അതിനുവേണ്ടി നമ്മൾ ബോയിലേഴ്സ്, ഫർണസേഴ്സ് അല്ലെങ്കിൽ ഹീറ്റ് പമ്പ്സ്, ഹീറ്റ് വാട്ടർ, സ്റ്റീം ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ വലിയ ഒരു സെൻട്രൽ ബോയിലിംഗ് സിസ്റ്റംസൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. മെയിൻലി വളരെ കോൾഡായിട്ടുള്ള തണുപ്പ് കൂടുതലുള്ള ക്ലൈമാറ്റിക് ഏരിയാസിലെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ഹീറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഹീറ്റ് ട്രാൻസ്ഫറിങ് നടക്കുന്നത് 3 പ്രോസസ്സുകളിലൂടെയാണ്. കൺവെക്ഷൻ, കണ്ടക്ഷൻ, റേഡിയേഷൻ തുടങ്ങിയ പ്രോസസ്സ് വഴിയാണ് നമ്മളൊരു ഹീറ്റ് ട്രാൻസ്ഫർ ഈ ഒരു ഹീറ്റിംഗ് പ്രോസസ്സിൽ എൻഷുർ ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മൾ അവിടുത്തെ ജനറേറ്റിംഗ് ഹീറ്റ് അല്ലെങ്കിൽ വാംത്ത്, ഹീറ്റ് ജനറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. ഇത് സെൻട്രൽ ഹീറ്റിംഗ് വിത്ത് എ ബോയിലർ, ഫർണസ്, ഹീറ്റ് പമ്പ് ടു എ ഹീറ്റ് വാട്ടർ, ദെൻ സ്റ്റീം ഓർ എയർ ഇൻ സെൻട്രൽ ലൊക്കേഷൻ ഓഫ് ആസ് എ ഫർണസ് റൂം. ഒരു സെൻട്രൽ ഫർണസ് റൂമിൽ എയർ ഹീറ്റ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ഈ ഒരു ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ടെമ്പറേച്ചർ വാം ആക്കുന്ന ആ ഒരു പ്രോസസ്സ് നടത്താറുണ്ട്. സോ ഇതിൻ്റെ ബേസിക് ഐഡിയ മാത്രമേ വേണ്ടുള്ളൂ. ഹീറ്റ് ട്രാൻസ്ഫറിങ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൺവെക്ഷൻ, കണ്ടക്ഷൻ, റേഡിയേഷൻ തുടങ്ങിയിട്ടുള്ള മെത്തേഡ്സ് എല്ലാമാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ആ ഒരു ബേസിക് ഐഡിയ മാത്രമേ നമുക്ക് അവിടെ ആവശ്യമുള്ളൂ. ദ നെക്സ്റ്റ് വൺ ഈസ് വെൻറ്റിലേഷൻ ആണ്. സോ വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഇൻഡോർ എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെൻറ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്ചേഞ്ചിങ് ഓർ റീപ്ലേസിങ് എയർ ഇൻ എനി സ്പേസ് ടു പ്രൊവൈഡ് ഹൈ ഇൻഡോർ എയർ ക്വാളിറ്റി. നമ്മളൊരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു റെസിഡൻസിൽ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എക്സോസ്റ്റ് ഫാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ നാച്ചുറൽ വെൻറ്റിലേഷൻസിന് വേണ്ടി പലതും നമ്മൾ ചെയ്യാറുണ്ട്. ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല ക്വാളിറ്റിയുള്ള എയർ സർക്കുലേഷൻ എൻഷുർ ചെയ്യുക, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ്. സോ ഇറ്റ് ഇൻവോൾവ്സ് ടെമ്പറേച്ചർ കൺട്രോൾ, ഓക്സിജൻ റീപ്ലനിഷ്മെൻറ്റ്, റിമൂവൽ ഓഫ് മോയ്സ്ചർ, ഓഡർ, സ്മോക്ക്, ഡസ്റ്റ്, എയർബോൺ ബാക്ടീരിയ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് അതർ ഗ്യാസസ്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക, ഓക്സിജൻ ക്വാളിറ്റി ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യുക, മോയ്സ്ചറിന് റിമൂവ് ചെയ്യുക, ബാഡ് സ്മെൽസ്, സ്മോക്ക്, ഡസ്റ്റ്, എയർബോൺ ബാക്ടീരിയാസ്, കാർബൺ ഡയോക്സൈഡ്, മറ്റ് ഗ്യാസസ് ഇവയെല്ലാം റിമൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വെൻറ്റിലേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻറ്റിലേഷൻ ബാഡ് സ്മെൽസിനെ അല്ലെങ്കിൽ എക്സസീവ് മോയ്സ്ചേഴ്സിനെ എല്ലാം റിമൂവ് ചെയ്ത് ഔട്ട്സൈഡ് എയറിനെ നമ്മുടെ ബിൽഡിംഗ് സ്പേസിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ ഒരു സർക്കുലേഷൻ അവിടെ മെൻഷുർ ചെയ്യുകയും ചെയ്യും. പുറത്തുനിന്നും ക്വാളിറ്റിയുള്ള എയറിനെ നമ്മുടെ ഇൻറ്റീരിയർ സ്പേസിലേക്ക് എത്തിക്കുകയും അതിൻ്റെ ഒരു ഫ്രീ മോഷൻ സർക്കുലേഷൻ നമ്മുടെ ആ ഒരു സ്പേസിൽ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ആക്സസ് ഈ ഒരു വെൻറ്റിലേഷൻ സിസ്റ്റം അവിടെ എൻഷുർ ചെയ്യും. ബേസിക്കലി 2 തരത്തിലുള്ള വെൻറ്റിലേഷൻ സിസ്റ്റംസാണ് നമുക്ക് പഠിക്കാനുള്ളത്. മെക്കാനിക്കൽ ഓർ ഫോഴ്സ്ഡ് വെൻറ്റിലേഷനും ആൻഡ് നാച്ചുറൽ വെൻറ്റിലേഷൻ. മെക്കാനിക്കൽ ഓർ ഫോഴ്സ്ഡ് ആൻഡ് നാച്ചുറൽ വെൻറ്റിലേഷൻ. ഓക്കെ, സോ ഈ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വെൻറ്റിലേഷൻ്റെ ഒരു വലിയ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് നമ്മൾ കൊടുക്കുന്ന എക്സോസ്റ്റ് ഫാൻസൊക്കെ. വലിയ ബിൽഡിങ്സിലൊക്കെ എയർ ഹാൻഡ്ലർ യൂണിറ്റ്സ്, AHU രീതിയിലുള്ള കൺട്രോൾ സിസ്റ്റംസൊക്കെയാണ് ഈ ഒരു വെൻറ്റിലേഷൻ പ്രോസസ്സ് എൻഷുർ ചെയ്യാൻ വേണ്ടി
പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ ഫങ്ഷൻസ്, ഹ്യൂമിഡിറ്റി, ഓർഡർ, കണ്ടാമിനൻസ്, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഔട്ട്സൈഡ് എയറിനെ ഇൻസൈഡിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടെല്ലാമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിച്ചൺസ്, ബാത്റൂംസിലൊക്കെ നമ്മൾ ടിപ്പിക്കലി മെക്കാനിക്കൽ എക്സോസ്റ്റ് കൊണ്ടുവരാറുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാറുണ്ട് ടു പ്രിവെൻറ്റ് ഓർഡേഴ്സ്, സംടൈംസ് ഹ്യൂമിഡിറ്റി. സോ നമ്മൾ ഈ ഒരു എക്സോസ്റ്റ് ഫാൻ ഉപയോഗിക്കുന്നത് വഴി എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ റൂമിൽ ഒരു സാധാരണ സീലിംഗ് ഫാൻ ഉപയോഗിക്കുന്നുണ്ട്, അത് കൂടാതെ നമ്മളൊരു എക്സോസ്റ്റ് ഫാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സീലിംഗ് ഫാന് മാത്രമുള്ള റൂം കൺസിഡർ ചെയ്താൽ ആ സീലിംഗ് ഫാൻ ആ റൂം സ്പേസിൻ്റെ ഇൻസൈഡുള്ള എയറിനെ സർക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു സർക്കുലേഷൻ്റെ ഫോഴ്സ് ബേസിലാണ് നമുക്കവിടെ ഒരു കൂളിംഗ് ഇഫക്റ്റ് ഫീൽ ചെയ്യുന്നത്. സോ അവിടെ സംഭവിക്കുന്നത് അവിടെയുള്ള എയർ ഇങ്ങനെ ഈ ഒരു സർക്കുലേഷൻ സംഭവിച്ച് അത് ഹീറ്റഡ് ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെങ്കിൽ ടോപ്പ് ലെവലിലേക്ക്, ആ ഒരു റൂമിൻ്റെ ഏറ്റവും ഹയർ പൊസിഷനിലേക്ക് പൊങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ അത്തരം ഹീറ്റഡ് ആയിട്ടുള്ള എയറിനെ പുറത്തേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൻറ്റിലേറ്റേഴ്സ് കൊടുക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും റൂമിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെറിയ എയർ ഹോൾസൊക്കെ പ്രൊവൈഡ് ചെയ്തത്. സോ അത് ഈ ഒരു ഹയർ ടെമ്പറേച്ചറിലുള്ള എയറിനെ പുറത്തേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പാർട്ടാണ്. സോ അങ്ങനെ ഹീറ്റഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഉള്ള എയറിനെ നമ്മൾ പുറത്തേക്ക് ആക്കുമ്പോൾ നമുക്ക് നോർമലി നമ്മുടെ താഴത്തുള്ള വിൻഡോസിലൂടെ അല്ലെങ്കിൽ ഡോസിലൂടെ നാച്ചുറൽ എയർ ഉള്ളിലേക്ക് കടക്കും. ഈ ഒരു ഫംഗ്ഷൻ തന്നെയാണ് എക്സോസ്റ്റ് ഫാൻസും ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ഹീറ്റഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലുള്ള എയർ അല്ലെങ്കിൽ ബാഡ് സ്മെൽസിനൊക്കെ ഇത്തരത്തിൽ വലിച്ചെടുത്ത് പുറത്തേക്ക് തള്ളും. ഈ ഒരു ഫോഴ്സും അതായത് പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള ഹീറ്റഡ് എയറിനെ പുറത്തേക്ക് പുറന്തള്ളുന്ന ആ ഒരു പ്രോസസ്സ് കാരണം നമുക്ക് താഴത്തുള്ള നാച്ചുറൽ വിൻഡോസ് അല്ലെങ്കിൽ ഡോഴ്സ് വഴി എന്ത് ചെയ്യാൻ പറ്റും, നാച്ചുറൽ എയറിനെ ഇൻസൈഡിലേക്ക് കടത്തിവിടാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ഒരു റൂമിൽ എക്സോസ്റ്റ് ഫാൻ ഓൺ ചെയ്തിട്ട് ആ റൂമിൻ്റെ ഡോറ് ഒന്ന് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രഷർ അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ഡോർ നിങ്ങൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് കൂടുതൽ എയർ വരുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എക്സോസ്റ്റ് ഫാൻ ഓൺ ആക്കിയതിന് ശേഷം ഒരു ഡോർ ക്ലോസ് ചെയ്യുക. ആ സമയത്തുള്ള എക്സോസ്റ്റ് ഫാനിൻ്റെ നോയ്സ് എന്താണ് എന്നുള്ളത് നോക്കുക. അതിനുശേഷം ഡോറൊന്ന് തുറന്ന് നോക്കുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റിൽ വരുന്ന നോയ്സ് ചേഞ്ച് നമുക്ക് നോക്കാം. അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റ് ഫാൻ അവിടെ നിന്നും ഹീറ്റഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറുള്ള എയറിനെ പുറത്തേക്ക് വിടുന്ന സെയിം ടൈം നാച്ചുറൽ എയർ നമ്മുടെ സാധാരണ ഓപ്പണിങ്സിലൂടെ വിൻഡോസ് അല്ലെങ്കിൽ ഡോഴ്സിലൂടെ ഉള്ളിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ഓണാക്കി എക്സോസ്റ്റ് ഓണാക്കിയ ശേഷം ഡോറൊന്ന് അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്കവിടെ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് കാണാൻ സാധിക്കും. സോ അത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ ഈസ് നാച്ചുറൽ വെൻറ്റിലേഷൻ ആണ്. നാച്ചുറൽ വെൻറ്റിലേഷന് വേണ്ടി നമ്മൾ ബേസിക്കലി ബിഗ് ഓപ്പണിങ്സ്, ഡോഴ്സ് കൊടുക്കാറുണ്ട്, അതുപോലെ എയർ ഹോൾസ് കൊടുക്കാറുണ്ട്, എല്ലാം കൊടുക്കാറുണ്ട്. സോ നമ്മളൊരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി റെസിഡൻഷ്യൽ ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ ക്രോസ് വെൻറ്റിലേഷൻസ് വേണമെന്നാണ് പറയുന്നത്. ക്രോസ് വെൻറ്റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ബിൽഡിംഗ്, ഒരു ബെഡ്റൂംസ് എല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഓപ്പോസിറ്റ് വാൾസിൽ വിൻഡോസ് കൊടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല. നമുക്കിപ്പോൾ 90 ഡിഗ്രിയിൽ, അതായത് 90 ഡിഗ്രിയിൽ വരുന്ന രണ്ട് വാൾസ് എപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് വരുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ പ്ലാനൊക്കെ വരുന്നത്. സോ ആ ഒരു രീതിയിൽ വരുന്ന വാൾസിൽ നമ്മൾ എപ്പോഴും വിൻഡോസ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതായത് ഒരൊറ്റ വാളിൽ മാത്രം വിൻഡോസ് കൊടുക്കാതെ ഒന്നിൽ കൂടുതൽ വാളിൽ നമുക്ക് വിൻഡോസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ അവിടെ ക്രോസ് വെൻറ്റിലേഷൻ പ്രൊവൈഡ് ആവുള്ളൂ. സോ നമ്മളൊരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ, ഡിസൈൻ ചെയ്യുമ്പോൾ മാക്സിമം ലൈറ്റിങ്ങിനും വെൻറ്റിലേഷനും വേണ്ടിയിട്ടുള്ള ഓപ്പണിങ്സ് ലൈക്ക് വിൻഡോസ്, ഡോഴ്സ്, എയർ ഹോൾസ്, വാട്ടെവർ ഇറ്റ് ഈസ്, അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ കമ്പൽസറി ആയിട്ടുള്ളൊരു പാർട്ടാണ്. സോ ഇത്തരം ഓപ്പണിങ്സ് നമ്മളൊരു ലോവർ ഹൈറ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഹയർ ഹൈറ്റിൽ ഒരു ബിൽഡിങ്ങിൻ്റെ റൂഫ് ഹൈറ്റ് ജസ്റ്റ് ലൈക്ക് 3 മീറ്ററൊക്കെ ആണെങ്കിൽ നമ്മൾ ആ 3 മീറ്റർ ഹൈറ്റിലാണ് ഇത്തരത്തിലുള്ള വിൻഡോസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ബിക്കോസ് ഹയർ പൊസിഷനിൽ ഹീറ്റഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് ഉണ്ടാവുക. സോ അതിനെ നമുക്ക് പുറത്തേക്ക് ഒഴിവാക്കാം എന്നുള്ളതല്ലാണ്ട് നോർമൽ ടെമ്പറേച്ചറിലുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ എയറിനെ ഇൻസൈഡിലേക്ക് എത്തിക്കാൻ നമുക്ക് ഹയർ പൊസിഷനിലുള്ള വിൻഡോസോ വെൻറ്റിലേഷൻ കൊണ്ടോ കാര്യമില്ല. അതിന് നമ്മൾ ലോവർ ഹൈറ്റിൽ, ബിൽഡിങ്ങിൻ്റെ ലോവർ ഹൈറ്റിൽ വരുന്ന ഓപ്പണിങ്സ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു ഐഡിയ ആണ് നമുക്ക് വെൻറ്റിലേഷനിൽ മെക്കാനിക്കൽ ആൻഡ് നാച്ചുറൽ വെൻറ്റിലേഷൻ എന്നുള്ളൊരു സെഷനിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് എയർ കണ്ടീഷനിങ് ആണ്, HVAC.
സോ എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സൈമൾട്ടേനിയസ്ലി കൺട്രോൾ ഇറ്റ്സ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്യൂരിറ്റി, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എയർ മൂവ്മെൻറ്റ് ആൻഡ് പ്രഷർ ടു മീറ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് കണ്ടീഷൻഡ് സ്പേസ് such as comfort, health of human beings, need of industrial process and other needs of the building. എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ട്രീറ്റ്സ് എയർ. ഇത് ഒരേ സമയം ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്യൂരിറ്റി, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ, എയർ മൂവ്മെൻറ്റ്, പ്രഷർ, ഇതിനെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു ക്വാളിറ്റി എയർ അല്ലെങ്കിൽ കംഫേർട്ട് സ്പേസ് ഫോർ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ എന്താണോ അവിടുത്തെ ആക്ടിവിറ്റീസ് അതിന് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് എയർ കണ്ടീഷനിങ് വഴി നടക്കുന്നത്. ഓക്കെ, സോ ഇതിനൊരു മെക്കാനിക്കൽ സിസ്റ്റം നമുക്ക് ആവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ടൈമിൽ പറഞ്ഞ പോലെ മെക്കാനിക്കൽ സർവീസിൻ്റെ ഒരു വളരെ വലിയ അസിസ്റ്റൻസ് എയർ കണ്ടീഷനിങ് സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമാണ്. നമുക്കറിയാം എയർ കണ്ടീഷനിങ് സിസ്റ്റം ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും. സ്പ്ലിറ്റ് AC അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് AC ഒക്കെ നിങ്ങൾ കണ്ടുപരിചയമുണ്ടായിരിക്കും. സോ അത്തരത്തിൽ മെക്കാനിക്കൽ സപ്പോർട്ടോട് കൂടി ഒരു ബിൽഡിങ്ങിലെ എയർ ക്വാളിറ്റി, ടെമ്പറേച്ചർ, അവിടുത്തെ മറ്റ് എയർ കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വലിയ ഒരു ബിൽഡിംഗ് സർവീസ് തന്നെയാണ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പർപ്പസ് ഓഫ് എയർ കണ്ടീഷനിങ് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, നമ്മൾ പറഞ്ഞതുമാണ്. എന്നാലും അതൊന്ന് അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പർപ്പസ്, ഇറ്റ് റിക്വയർഡ് ടു പ്രിസർവ് ആൻഡ് മെയിൻറ്റെയിൻ ഹെൽത്ത്, കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് ഓഫ് ഒക്യുപ്പൻസ് ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. പ്രിസർവ് ആൻഡ് മെയിൻറ്റെയിൻ ഹെൽത്ത്, കംഫർട്ട് ആൻഡ് കൺവീനിയൻസ്. ഹെൽത്ത്, കംഫർട്ട് അല്ലെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാനുള്ള ആ ഒരു സ്വീകാര്യത അതെല്ലാം നമുക്ക് എൻഷുർ ചെയ്യപ്പെടും. ഇറ്റ് റിക്വയർഡ് ടു പ്രിസർവ് ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ടു മെയിൻറ്റെയിൻ വർക്കിംഗ് ഇൻഡസ്ട്രിയൽ പ്രോസസ് സച്ച് ആസ് ആർട്ടിഫിഷ്യൽ സിൽക്ക്, കോട്ടൺ ക്ലോത്ത്സ് എക്സെട്ര. ആർട്ടിഫിഷ്യൽ സിൽക്ക്, ക്ലോത്ത് പോലുള്ള ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് ഏരിയാസിൽ അതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് എൻഷുർ ചെയ്യുന്നു. ഇൻ ദ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് ലൈക്ക് തിയേറ്റേഴ്സ്, ഓഫീസ്, ഷോപ്സ്, ബാങ്ക്, സ്റ്റോഴ്സ്, റെസ്റ്റോറൻറ്റ്സ് എക്സെട്ര, എയർ കണ്ടീഷനിങ് ഈസ് റിക്വയർഡ് ടു ഇംപ്രൂവ് ദി വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, മെയിൻറ്റെയിനിങ് കംഫർട്ട് വിത്ത് ദ ദീസ് കൺസേൺസ്. അതായത് കൊമേഴ്ഷ്യൽ സ്പേസ് ആകുമ്പോൾ അവിടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നല്ല രീതിയിലാക്കുന്നതിനും ഒരു കംഫർട്ട് സോൺ ആക്കി മാറ്റുന്നതിനും വേണ്ടിയിട്ട് എയർ കണ്ടീഷനിങ് യൂസ്ഫുള്ളാണ്. ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ ചില ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് അതിൻ്റെ സ്മൂത്ത് വർക്കിങ്ങിന് അവിടുത്തെ ടെമ്പറേച്ചർ, എയർ കണ്ടീഷനിങ്, ബാലൻസിങ് മസ്റ്റാണ്. ദെൻ നോർമലി നമ്മുടെ ഹെൽത്ത്, കംഫർട്ട്, കൺവീനിയൻസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്സിനും എയർ കണ്ടീഷനിങ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്രയും കാര്യങ്ങൾ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. എന്താണ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞു, എന്താണ് വെന്റിലേഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇത് വരുന്ന ക്ലാസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു. ദെൻ എയർ കണ്ടീഷനിങ്ങിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ നമ്മൾ പറഞ്ഞു. അതിൽ കൂടാതെ ഇതിൽ പറയുന്ന ഒരു കാര്യം HVAC ആസ് ആൻ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച്. അതായത് നമ്മുടെ ടെക്നോളജീസും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആയി വളരെ മോഡേൺ ട്രെൻഡ്സിലാണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ 3 ആക്ടിവിറ്റീസും ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു സിംഗിൾ യൂണിറ്റ് വഴി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇത് വളരെ എനർജി ആൻഡ് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ്. ന്യൂ ജനറേഷൻ ടെക്നിക്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷനോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ഇന്നോവേഷൻസോട് കൂടിയിട്ട് HVACയെ നമുക്കൊരു സിംഗിൾ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചിലൂടെ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പല തരത്തിലുള്ള കൺസേൺസ് അല്ലെങ്കിൽ കാര്യങ്ങളുടെ ബേസിസിലാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. സോ അതിലുള്ളൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 ക്ലാസിഫിക്കേഷൻസാണ് അതിന് ബേസിക്കലി കൊടുത്തിട്ടുള്ളത്. ഈസ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ഓഫ് പ്രൈമറി എക്യുപ്മെൻറ്റ്. പ്രൈമറി എക്യുപ്മെൻറ്റിൻ്റെ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് അതിനെ സെൻട്രലൈസ്ഡ് സിസ്റ്റം ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ഓർ ലോക്കൽ സിസ്റ്റംസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ഓഫ് പ്രൈമറി എക്യുപ്മെൻറ്റ് HVAC സിസ്റ്റത്തിന് നമുക്ക് സെൻട്രൽ സിസ്റ്റം അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ഓർ ലോക്കൽ സിസ്റ്റം എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഇത് ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചായി കണക്കാക്കുന്ന സമയത്തുള്ള ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. സോ സെൻട്രലൈസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ വിച്ച് പ്രൈമറി എക്യുപ്മെൻറ്റ് ലൊക്കേഷൻ ഈസ് ടു ബി സെൻട്രലൈസ്ഡ് ആസ് കണ്ടീഷനിങ് എൻറ്റയർ ബിൽഡിംഗ് ആസ് എ വോൾ യൂണിറ്റ്. സെൻട്രലൈസ്ഡ് AC എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പ്രൈമറി എക്യുപ്മെൻറ്റിൻ്റെ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി കോമ്പണൻറ്റ് സെൻട്രലൈസ്ഡ് ആയിട്ട് ആ ഒരു ഹോൾ ബിൽഡിങ്ങിനെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ കൺട്രോളിങ് ആക്ടിവിറ്റീസ് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സിസ്റ്റത്തിനെയാണ് സെൻട്രൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് ഓർ ലോക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ്ലി കണ്ടീഷനിങ് സ്പെസിഫിക് സോൺസ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ഇല്ലാതെ സെപ്പറേറ്റ്ലി ഓരോ ഏരിയസിലേക്കാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം. ഓക്കെ,
നമുക്ക് ഈ സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പർപ്പസിനനുസരിച്ചാണ്. നമ്മൾ ബിൽഡിംഗ് എന്ത് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് ഏത് ടൈപ്പ് സിസ്റ്റം വേണമെന്ന് ഫിക്സ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു മാളോ തിയേറ്ററോ ആണെങ്കിൽ അവിടെ സ്പ്ലിറ്റ് എ സിയുടെ ആവശ്യമില്ല, കാരണം അവിടെ ഒരു സിംഗിൾ യൂണിറ്റാണ് നമുക്കവിടെ സെൻട്രലൈസ്ഡ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ ഒരു ഓഫീസ് സ്പേസ് ആണെങ്കിൽ അവിടെ നമുക്ക് ഓഫീസ് ക്യാബിനിൽ മേ ബി എ സി അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് വേണ്ടി വരും, ടെമ്പറേച്ചർ ബാലൻസ് വേണ്ടി വരും. പക്ഷേ അവിടെ പാൻട്രി ഉണ്ടായിരിക്കും, കിച്ചൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വർക്ക് സ്പേസ്, അവിടെ പല ഏരിയാസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അവിടെ നമ്മളൊരു സെൻട്രൽ എ സി പ്രൊവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ സെൻട്രൽ HVAC സിസ്റ്റം പ്രൊവൈഡ് ചെയ്താൽ നമുക്കത് ചിലപ്പോൾ പല ഏരിയാസിലും വെറുതെ വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസിനെയും അത് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നമ്മുടെ ബിൽഡിംഗ് പർപ്പസിനനുസരിച്ച് വേണം സെൻട്രലൈസ്ഡ് സിസ്റ്റം വേണോ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം വേണോ എന്നൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ടൈപ്സ് ഓഫ് HVAC സിസ്റ്റമാണ്. ക്ലാസിഫിക്കേഷൻസ് നമ്മൾ സെൻട്രൽ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു. ദെൻ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഏതൊക്കെയാണെന്നുള്ള പേര് മാത്രം നോട്ട് ചെയ്താൽ മതി. സ്പ്ലിറ്റ് HVAC സിസ്റ്റം, ദെൻ ഹൈബ്രിഡ് സ്പ്ലിറ്റ് സിസ്റ്റം, ദെൻ ഡക്ട്ലെസ് മിനി സ്പ്ലിറ്റ് സിസ്റ്റം ആൻഡ് പാക്കേജ്ഡ് ഹീറ്റിംഗ് ആൻഡ് എയർ സിസ്റ്റം. 4 ടൈപ്സ് ആണ് വരുന്നത്. ഓക്കെ, സ്പ്ലിറ്റ് HVAC, ഹൈബ്രിഡ് സ്പ്ലിറ്റ് സിസ്റ്റം, ഡക്ട്ലെസ് മിനി സ്പ്ലിറ്റ് സിസ്റ്റം ആൻഡ് പാക്കേജ്ഡ് ഹീറ്റിംഗ് എയർ സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് HVACയിൽ പഠിക്കാനുള്ളത്. സോ ഏറ്റവും ലാസ്റ്റായിട്ട് ഒന്നുകൂടെ ബ്രീഫായിട്ട് പറയാം. നമ്മൾ പറഞ്ഞത് ബിൽഡിംഗ് സർവീസസ് എന്ന് പറയുന്ന സെഷൻ എന്താണ്, എന്തൊക്കെയാണ് ബിൽഡിംഗ് സർവീസസിൽ വരുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഇനീഷ്യലി പറഞ്ഞു. സോ എക്സാമിൽ ചോദിക്കുകയാണെങ്കിലും എന്താണ് ബിൽഡിംഗ് സർവീസ് എന്നുള്ളൊരു കാര്യം, അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില എക്സാമ്പിൾസും ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം MEP എന്നുള്ള സബ് ടോപ്പിക് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുക. എന്താണ് MEPയുടെ ഒരു ഫുൾ ഫോംസ്, എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുക. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്. ദെൻ മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഇലക്ട്രിക്കൽ സിസ്റ്റം എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക. പ്ലംബിംഗ് സിസ്റ്റം എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക. ജസ്റ്റ് ബ്രീഫ് ആയിട്ടുള്ളൊരു ഐഡിയ മാത്രമേ നമുക്ക് അവിടെ വേണ്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് HVAC ആണ്. ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തെയാണ് HVAC എന്ന് പറയുന്നത് എന്നുള്ള കാര്യവും ഇൻഡോർ എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് പർപ്പസ് എന്നുള്ള കാര്യവും അവിടെ ഡിസ്കസ് ചെയ്യുക. ദെൻ ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബ്രീഫ് ഐഡിയ. ദെൻ വെന്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തിനു വേണ്ടിയാണ് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ആ ഒരു ഐഡിയയും അതിൻ്റെ ടൈപ്സ്, മെക്കാനിക്കൽ ആൻഡ് നാച്ചുറൽ വെന്റിലേഷൻ എന്താണെന്നുള്ള കാര്യം പറയാം. ദെൻ എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളൊരു ഐഡിയയും പറയാം. ഓക്കെ, അതിനുശേഷം നമ്മൾ പറയുന്നത് എന്താണ് പർപ്പസ് ഓഫ് എയർ കണ്ടീഷനിങ് എന്നുള്ള 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതും കൂടെ നമുക്ക് വേണമെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് മോഡേൺ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് ഈ HVAC ഒരു സിംഗിൾ അപ്രോച്ചിൽ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ള കാര്യവും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് സെൻട്രൽ ആൻഡ് ഡീസെൻട്രൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ടു ബി നോട്ടഡ് എന്നുള്ളതും പറഞ്ഞു. ആൻഡ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് ആ ടൈപ്സിൻ്റെ പേരുകളും ഒന്ന് നോട്ട് ഡൗൺ ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സോ കുറച്ച് ലെങ്തി ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ പോയിന്റ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നോട്ട് ഡൗൺ ചെയ്യാനുണ്ടാവുള്ളൂ. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് കേട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ പറഞ്ഞതിലുള്ള കാര്യങ്ങൾ മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്താൽ മതി. എക്സാമിനേഷന് ചോദിക്കുക MEP ആൻഡ് HVAC സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള രീതിയിൽ 4 മാർക്കിനാണ്. സോ എന്താണ് ബിൽഡിംഗ് സർവീസസ് എന്നുള്ളൊരു പോയിന്റ് കൊടുക്കുക, MEP എന്താണെന്നുള്ളൊരു പോയിന്റ്, അതിൻ്റെ സ്പ്ലിറ്റ് അപ്സ് എന്താണെന്നുള്ള കാര്യം വെറും പോയിൻ്റ് ഔട്ട് ചെയ്താൽ മതി. വളരെ മൈനർ ആയിട്ടുള്ള, അതുപോലെ തന്നെ HVACയുടെ ഡീറ്റെയിൽസും. എന്തായാലും നിങ്ങൾക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെഷൻ തന്നെയായിരിക്കും ഈ ഒരു സെഷൻ. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.